സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ? മുഖം കുരിച്ചിരിക്കുന്ന സീതയുടെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു. കരയുന്നില്ല അവൾ, പക്ഷേ ഉള്ളിലൊരു പെരുമഴക്കാലം ഒളിപ്പിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അതവന് ആ മുഖത്തു നിന്നും അറിയാം. എനിക്കറിയാം, സങ്കടമുണ്ടാകും. അച്ചു നമുക്കൊപ്പം തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ പാറു, അവളെ ഈ ലോകത്ത് ഹരിയെപ്പോലെ സ്നേഹിക്കാൻ വേറൊരാൾക്കും കഴിയില്ലെന്ന് ഹരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ അല്ലേ? കണ്ണൻ്റെ കൈകൾ സീതയുടെ വിരലിൽ മുറുകി. നിനക്ക് വിട്ടുപോരുന്നതിനെക്കുറിച്ച് സങ്കടപ്പെടാൻ 2 കൂടപ്പിറപ്പുകളെങ്കിലും ഉണ്ട്. കണ്ണേടന് നീയല്ലേ ആകെയുള്ളത്. ആ നിന്റെ മുഖത്ത് കാണുന്ന സങ്കടം എന്നെ എത്ര നോവിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ നീയെ? കണ്ണൻ്റെ ആർദ്രമായ സ്വരം. സീതയുടെ ഉള്ളം പിടഞ്ഞു. എനിക്കതിന് സങ്കടമൊന്നുമില്ല കണ്ണേട്ടാ. കണ്ണേടൻ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സങ്കടത്തിനും എന്നെ സ്പർശിക്കാൻ കൂടി കഴിയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? മുഖത്തേക്കൊരു ചിരിയെ വലിച്ചു ചേർത്തുകൊണ്ട് പറയുന്നവളെ കവിളിൽ തട്ടി കണ്ണൻ. ഇന്നൊരു ദിവസം ശ്രീനിലയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കണം ലച്ചു നീ. എനിക്കറിയാം നിനക്കത് അങ്ങേയറ്റം നീരസമുണ്ടാക്കുന്ന കാര്യമാണെന്ന്. പക്ഷേ മുത്തശ്ശിയെ ധിക്കരിക്കാൻ വയ്യല്ലോ. അത്രയും ആഗ്രഹത്തോടെ പറയുന്നത് തട്ടിക്കളയുന്നതെങ്ങനെ? കണ്ണൻ ആശങ്കയോടെ സീതയെ നോക്കി. എനിക്കൊരു പ്രശ്നമില്ലെൻ്റെ കണ്ണേട്ടാ. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന എവിടെയും എനിക്ക് സ്വർഗമാണ്. സീത അവനെ നോക്കി. ശരിക്കുമുള്ളൊരു സ്വർഗം നിനക്കായി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങ് ബാംഗ്ലൂരിൽ. നീയും ഞാനും മാത്രമുള്ളൊരു സ്വർഗം. പരസ്പരം സ്നേഹിക്കാനായി നമ്മൾക്ക് മാത്രമുള്ളൊരു സ്വർഗം. കണ്ണൻ അവളെ നോക്കി പറഞ്ഞു. സീതയുടെ മുഖം ചുവന്നു തുടങ്ങി. കണ്ണൻ ചിരിയോടെ അവളെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഹൃദയം നിറഞ്ഞ സന്തോഷം 2 പേരിലും തെളിഞ്ഞു കാണാമായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ശ്രീനിലയത്തിലെത്തിച്ചേർന്നു. ആരതിയൊഴിഞ്ഞ് കൈപിടിച്ചു കയറ്റാൻ നിൽക്കുന്നവരെ കണ്ടിട്ട് സീത കണ്ണനെയൊന്ന് തലചിരിച്ചു നോക്കി. ശരിക്കും മാനസാന്തരം വന്നിട്ട് തന്നെയാണോ? അതോ ഇതിന് പിന്നിലും വല്ല കുരുക്കും കരുതി വെച്ചിട്ടുണ്ടോ? എന്തോ ഒന്നും അറിയില്ല. ശ്രീനിലയത്തിലുള്ളവർക്ക് നല്ല മാറ്റമുണ്ട്. അത് അനുഭവിച്ചറിയാനും പറ്റുന്നുണ്ട്. എന്തായാലും കണ്ണുമടച്ച് വിശ്വാസത്തിലെടുക്കണ്ട. അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ. കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് കണ്ണൻ മുന്നറിയിപ്പ് നൽകി. സീത ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചു. ഇറങ്ങി വാ. ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി കണ്ണൻ സീതയ്ക്ക് നേരെ കൈനീട്ടി. സാരിയും ഒതുക്കി പിടിച്ച് അവനൊപ്പം പതിയെ മുന്നോട്ട് നടന്നു. ഉമ്മറത്ത് താലം കൊണ്ട് നിൽക്കുന്നത് സാവിത്രിയാണ്. ഭാമയുടെ കയ്യിലാണ് നിലവിളക്ക്. സീത മുഖമുയർത്തി നോക്കിയപ്പോൾ 2 പേരും ചിരിച്ചുകൊണ്ടവളെ നോക്കി. ആ ചിരിയിൽ പോലും സീത അസ്വസ്ഥമായിരുന്നു. അവരിൽ നിന്നും പൊഴിഞ്ഞു വീണ വാക്കുകളുടെ വിഷം അവളെ അപ്പോഴും നോവിച്ചു. പക്ഷേ മുഖത്തേക്ക് ആ വേദനയെ കടത്തിവിട്ടില്ല. സ്വന്തം ജീവനെ പോലെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന് തൻ്റെ വിരൽത്തുമ്പൊന്ന് വിറച്ചാൽ പോലും സങ്കടമാണെന്ന് അവൾക്കറിയാമല്ലോ. കൂട്ടത്തിൽ രാജിയുടെ മുഖം കൂടി സീത കണ്ടിരുന്നു. യാതൊരു വികാരവുമില്ല. സ്ഥായി ഭാവമായ പുച്ഛം പോലും ഇന്ന് കാണുന്നില്ല. ആരതിയൊഴിഞ്ഞു. ഭാമ നീട്ടിയ നിലവിളക്ക് വാങ്ങി സീത വലതുകാൽ വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി. വർഷങ്ങളോളം കയറിയിറങ്ങിപ്പോയ ഇടങ്ങളിൽ കൂടി നടക്കുമ്പോൾ അവളുടെ നിഴൽ പോലെ കൂടെ കണ്ണനുമുണ്ടായിരുന്നു. അന്ന് വരെയും കണ്ടിട്ടില്ലാത്ത പൂജാമുറിയിലേക്ക് കണ്ണൻ അവളെ കൈപിടിച്ച് കയറ്റി. കയ്യിലുള്ള വിളക്ക് അവിടെ വെച്ചിട്ട് കൈകൂപ്പി നിൽക്കുമ്പോൾ ഇനി എന്താണ് ദൈവത്തിനോട് ആവശ്യപ്പെടേണ്ടതെന്ന് 2 പേർക്കും അറിയില്ലായിരുന്നു. ആയുസ്സുള്ള കാലത്തോളം പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥന മാത്രം ഉള്ളിൽ കരുതി വെച്ചു. ചുണ്ടിലൂറിക്കൂടിയ ചിരിയോടെ പരസ്പരം നോക്കി. വാ, മുത്തശ്ശിയുടെ അരികിലേക്ക് പോവാം. കണ്ണൻ വീണ്ടും അവളുടെ കൈ പിടിച്ചു. മുത്തശ്ശി മുറിയിലായിരുന്നു. പതിവില്ലാതെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നടന്നതുകൊണ്ട് തന്നെ അവരന്ന് നന്നെ അവശയായിരുന്നു. കണ്ണനും സീതയും ചെല്ലുമ്പോൾ ഇനിയും മടങ്ങിപ്പോവാത്ത ബന്ധുക്കളിൽ ചിലർ മുത്തശ്ശിയുടെ മുറിയിലുണ്ടായിരുന്നു. കിടക്കുകയായിരുന്ന മുത്തശ്ശി കണ്ണനെയും സീതയെയും കണ്ടയുടനെ ആയാസപ്പെട്ടുകൊണ്ട് തന്നെ എഴുന്നേറ്റു. മുത്തശ്ശി. സീത അവരുടെ അരികിൽ പോയിരുന്നു. സന്തോഷമായില്ലേ എൻ്റെ മോൾക്ക്? ഈ മുഖത്തെ നീറുന്ന സങ്കടം ഇനി എനിക്ക് കാണേണ്ടി വരരുത് കേട്ടോ മോനെ. സീതയോടാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും മുത്തശ്ശി പറഞ്ഞു നിർത്തിയത് കണ്ണനോടാണ്. അവനും ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. എങ്കിൽ പോയിട്ട് ഈ ഉടുപ്പുകളൊക്കെ അഴിച്ചു മാറ്റി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. വൈകിട്ട് പോകേണ്ടതല്ലേ? സീതയുടെ കവളിൽ വാത്സല്യത്തോടെ കൈ ചേർത്തുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. സീത തല കുലുക്കി. അത്രത്തോളം അവളും മടുത്തുപോയിരുന്നു ആ വേഷത്തിൽ. തലയിൽ കനം തൂക്കിയതുപോലെ മുല്ലപ്പൂവും. കുട്ടിയെ വിളിച്ചോണ്ട് പോ കണ്ണാ.
മുത്തശ്ശി ആവശ്യപ്പെട്ടിട്ടും കണ്ണൻ സീതയെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. പോയിട്ട് വായോ. വീണ്ടും മുത്തശ്ശി പറഞ്ഞത് കേട്ട് സീത ചിരിയോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നീ പോയിട്ട് ഫ്രഷായിട്ട് നിൽക്ക്. പുറത്തേക്കിറങ്ങി കാത്തു നിൽക്കുന്ന കണ്ണൻ അവൾ അരികിലെത്തിയതും പറഞ്ഞു. സീത തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഷോ, അങ്ങനെയല്ലടി, കണ്ണേട്ടനും കൂടി വായെന്ന് പറഞ്ഞ് വിളിക്കണ്ടേ നീ എന്നെ? നടന്നു തുടങ്ങി അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. സീത അവനെ നോക്കി കണ്ണുരുട്ടി. അല്ല, അങ്ങനെയൊക്കെ ഞാൻ കൊതിച്ചിരുന്നു എന്നാ പറഞ്ഞത്. കണ്ണൻ അവളെ നോക്കി. ആ, എന്നാലേ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇതേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സീത വിരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാലും കണ്ണേട്ടൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിനക്കതൊരു സന്തോഷമല്ലേടി? അവൻ ഒന്നുകൂടി അവിടെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് ആ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. റിയലി സോറി ഡോക്ടറെ. സീത ചിരിയോടെ അവനിൽ നിന്നും മാറി നിന്നു. ഓ ഓ, ഇങ്ങനെയൊരു സാധനം, ഇതിനെക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് ദൈവമേ? പാതിയിൽ നിർത്തി കണ്ണൻ കണ്ണുകൾ മേലേക്കുയർത്തി നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവളെ നോക്കി. സീത ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി. പോയിട്ട് വരാട്ടോ. തന്നെ നോക്കി നിൽക്കുന്ന കണ്ണനോട് പറഞ്ഞിട്ട് സീത കണ്ണൻ്റെ മുറിയിലേക്ക് നടന്നു. ഒരു ചിരിയോടെ കണ്ണനും തിരിഞ്ഞു നടന്നു പോയി. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടേക്ക് കേട്ടോ ഏട്ടത്തി, ഭദ്ര ചിരിയോടെ പറഞ്ഞു. പാറു അവളെ നോക്കി തലയാട്ടി. ഏട്ടത്തിക്ക് വേണ്ടതെല്ലാം അകത്തുണ്ട്. എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ പുറത്തുണ്ട്. പാറുവിനെ ഹരിയുടെ മുറിയിലാക്കി തിരിച്ചിറങ്ങി പോകും മുന്നേ ഭദ്രയെ ഓർമ്മിപ്പിച്ചു. ഭദ്രേ. അവൾ ഇറങ്ങും മുന്നേ പാറു പെട്ടെന്ന് വിളിച്ചു. എന്തേ ഏട്ടത്തി? ഭദ്ര തിരിഞ്ഞു നിന്നു. ലല്ലുമോള്. പാറു വിമ്മിഷ്ടത്തോടെയാണ് ചോദിച്ചത്. കുഞ്ഞിയുടെ കൂടെ എൻ്റെ മുറിയിലുണ്ട്. ഏട്ടത്തി ഫ്രഷ് ആയിക്കോളൂ, അവളെ ഞാൻ കുളിപ്പിച്ചിട്ട് വിടാം. ചിരിയോടെ പറഞ്ഞിട്ട് ഭദ്ര ഇറങ്ങിപ്പോയിരുന്നു. വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് പാറു ആദ്യം മുറിയുടെ അകമൊന്ന് കണ്ണോടിച്ചു. ഹരിയുടെ മുറി നല്ല വൃത്തിയോടെ അടക്കി വെച്ചിട്ടുണ്ട്. മുന്നേ ഒരിക്കൽ ഈ മുറിയിലേക്ക് വന്നിരുന്നു. അന്ന് പക്ഷേ ഹരിയുടെ കൂട്ടുകാരിയായിട്ടായിരുന്നു. ഭദ്രയുടെ കല്യാണത്തിൻ്റെ അന്നാണെന്ന് തോന്നുന്നു. തൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു അതും. ഗിരീശേട്ടൻ എന്തോ കാരണം പറഞ്ഞൊഴിഞ്ഞു. ഒടുവിൽ ഒറ്റയ്ക്കാണ് വന്നത്. വന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊരു കൂട്ടുകാരിയില്ലെന്ന് കല്യാണം വിളിക്കാൻ ഗിരീഷിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന ഹരി ആരും കേൾക്കാതെ ഭീഷണിപ്പെടുത്തിയതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. അന്ന് ഗിരീശേട്ടൻ നൽകിയ അടിയൊക്കെയും ഹരിയുടെ പേരിലുള്ളതായിരുന്നു. ഇന്ന് അതേ ഹരിയുടെ ഭാര്യയായിരിക്കുന്നു. പാറു നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലി പതിയെ കയ്യിലെടുത്തു. ദേഹമൊന്നാകെ കടന്നുപോയൊരു തണുപ്പിൽ അവൾ വിറച്ചു. ജീവിതം തന്നെ എങ്ങോട്ടെല്ലാമാണ് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അല്പനേരം കൂടി ഓർമ്മകളുടെ തടവറയിലെ തടവുകാരിയായിരുന്നു അവൾ. പിന്നെ പതിയെ എഴുന്നേറ്റുകൊണ്ട് ഷെൽഫ് തുറന്നു. വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെ നോക്കി നിന്നു. അതിൽ നിന്നൊരു ഷിഫോൺ സാരി വലിച്ചെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് വന്ന് ഉടുത്തിരുന്ന സെറ്റ് സാരി കുടഞ്ഞു മടക്കി ബെഡിൻ്റെ ഒരരികിൽ വെച്ചു. എവിടെയെങ്കിലും ഒന്ന് വിടർത്തി വിരിച്ചിടണം. ഭദ്രയോട് ചോദിക്കണം. മുടിയൊക്കെ ചീകിയൊതുക്കി തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചു. അല്പം മാഞ്ഞുപോയ സിന്ദൂര ചുവപ്പ് ഒന്നുകൂടി വരച്ചു ചേർക്കുമ്പോൾ ഹൃദയം പിടച്ചു. അതിനിടയിൽ വാതിലിൽ മുട്ടുന്നത് കേട്ടു. ഹരിയായിരിക്കുമോ എന്നോർമ്മ മിന്നൽ പോലെയാണ് ഉള്ളിലൂടെ മിന്നി മാഞ്ഞത്. ഇതവൻ്റെ വീടാണെന്നും താനിപ്പോൾ നിൽക്കുന്നത് അവൻ്റെ മുറിയിലാണെന്നും ഓർമ്മ വന്ന നിമിഷം വീണ്ടും തളർന്നു പോയി. വാതിലിൽ മുട്ടുന്നത് അല്പം ശക്തിയായിട്ടുണ്ട്. അമ്മേ. പുറത്തു നിന്നും ലല്ലുവിൻ്റെ വിളി. പാറുവിന് ആശ്വാസം തോന്നി. അവൾ വേഗം വാതിൽ തുറന്നു. അമ്മയെന്താ വാതിൽ തുറക്കാഞ്ഞേ? ലല്ലു ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു. അവളുടെ ശബ്ദമുയർന്നതും പാറു ഭയത്തോടെ ചുറ്റും നോക്കി. ആരെങ്കിലും കേട്ടുകാണുമോ എന്ന ചിന്ത അവളുടെ ഉള്ളിലെ ഭയം കൂട്ടി. ലല്ലുവിന് പിറകെ കുഞ്ഞിയുമുണ്ട്. അവളുടെ കയ്യിലൊരു ഉടുപ്പ് വാരിപ്പിടിച്ച് നിൽക്കുന്നു. ലല്ലുമോള് ഒരു തോർത്താണ് എടുത്തിട്ടുള്ളത്. രണ്ടുപേരും കുളിച്ചിട്ടുണ്ട്. ഏട്ടത്തി ഒരുക്കിയാൽ മതിയെന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയതാ പെണ്ണ്. അവരുടെ പിറകെ വന്ന ഭദ്ര പറഞ്ഞു. ആണോ, എന്നാ വാ. പാറു ചിരിച്ചുകൊണ്ട് കുഞ്ഞിയെയും ലല്ലുവിനെയും അകത്തേക്ക് കയറ്റി. ലല്ലുമോൾക്കും ഇതുപോലുള്ളൊരു ഉടുപ്പ് ഷെൽഫിലുണ്ട്, അത് ഇട്ടുകൊടുക്കണേ ഏട്ടത്തി. തിരിഞ്ഞു നടക്കുന്ന നേരം ഭദ്ര ഓർമ്മിപ്പിച്ചു. മുടിയിലെ സ്ലൈഡുമായി സീത മൽപ്പിടുത്തത്തിലായിരുന്നു. അതിനിടയിലാണ് വാതിൽ തട്ടുന്നത് കേട്ടത്. ഒട്ടൊരു ശങ്കയോടെ അവൾ പോയി വാതിൽ തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ കണ്ണനല്ലായിരുന്നു. കണ്ണേട്ടൻ പറഞ്ഞു വിട്ടതാ ചേച്ചിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ. കൂട്ടത്തിൽ നിന്നും ഹർഷയാണ് പറഞ്ഞത്.
കൺമുന്നിൽ നേർക്കുനേർ വന്നാലും മിണ്ടാതെ മുഖത്ത് ഒരു ലോഡ് പുച്ഛവുമായി പോകുന്നവളായിരുന്നു സീത. അതാണ് ആദ്യം ഓർത്തത്. അകത്തേക്ക് വാ. ചിരിയോടെ തന്നെ അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അവരെല്ലാം കൂടിയാണ് സീതയെ അലങ്കാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തത്. തമ്മിലുള്ള അകലത്തിൻ്റെ നേർത്ത പാളിയും അവിടെ പൊഴിഞ്ഞു വീണിരുന്നു. പെട്ടെന്ന് തന്നെ സീതയെ അവരിലൊരാളായി അംഗീകരിച്ചും കഴിഞ്ഞിരുന്നു.